ഗുഡ് ഈവനിംഗ്. മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. ആദ്യം ഹെഡ്ലൈൻസ്. സാമ്പത്തിക വർഷത്തിലെ അവസാന വ്യാപാര ദിനത്തിൽ തിളങ്ങിയ വിപണികൾ. സെൻസെക്സ് 655 പോയിന്റ് കൂടി, നിഫ്റ്റി 22,300 മുകളിൽ. ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിൽ 6 പൈസയുടെ ഇടിവ്. അംബുജ സിമന്റ്സിൽ 6,661 കോടി നിക്ഷേപിച്ച അദാനി കുടുംബം. പ്രഖ്യാപനത്തെ തുടർന്ന് അംബുജ സിമന്റ്സ് ഓഹരികൾ 1% ഉയർന്നു. 7.5 ലക്ഷം കോടി കടമെടുക്കാൻ കേന്ദ്രം. വായ്പയെടുക്കുന്നത് അടുത്ത സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിലെ ചെലവുകൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും തുക കണ്ടെത്താൻ. ഏപ്രിൽ സെപ്റ്റംബർ പാദത്തിലേക്കുള്ള കടമെടുപ്പ് ഹരിത ബോണ്ട് ഉൾപ്പെടെയുള്ള കടപ്പത്രങ്ങളിലൂടെ 3 മുതൽ 50 വരെ വർഷം കാലാവധിയുള്ള ഹരിത ബോണ്ടുകളിലൂടെ കടമെടുക്കുന്നത് 12,000 കോടി രൂപ. ഉപഭോക്താവിന് ആശ്വാസമായി എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ വിധി. വിറ്റ സാധനങ്ങൾ തിരികെ എടുക്കില്ലെന്നും പകരം നൽകില്ലെന്നും പറയുന്നത് ശരിയല്ലെന്ന് വിധി. ബില്ലുകളിൽ ഇത്തരം പ്രസ്താവനയുണ്ടാകുന്നത് അന്യായവും നിയമവിരുദ്ധവുമെന്ന് കമ്മീഷൻ. വിധി പ്രസ്താവം കേടായ സ്മാർട്ട് വാച്ച് നന്നാക്കി നൽകുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് കാണിച്ച് ഉപഭോക്താവ് വ്യാപാരിക്കെതിരെ നൽകിയ പരാതിയിൽ നഷ്ടപരിഹാരവും പകരം വാച്ചും നൽകണമെന്ന് വിധി. അടുത്ത മാസം 1 മുതൽ ടൊയോട്ട വാഹനങ്ങളുടെ വില ഉയരും. ചില വാഹനങ്ങളുടെ വില 1% വരെ കൂടും. നിർമ്മാണ വസ്തുക്കളുടെ വിലയും നടത്തിപ്പ് ചെലവും കൂടിയത് തിരിച്ചടിയായെന്ന് കമ്പനി. നടപ്പ് സാമ്പത്തിക വർഷം വിപണികൾ കണ്ടത് IPO പൂരം. വിപണി പ്രവേശം നടത്തിയ 76 കമ്പനികൾ സംയുക്തമായി സമാഹരിച്ചത് 52,116 കോടി. ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയത് 4,326 കോടി സമാഹരിച്ച മാൻകൈൻഡ് ഫാർമ. IPO വഴി എത്തിയ 48 കമ്പനികളും ഇതിനോടകം നിക്ഷേപകർക്ക് 10% നേട്ടം നൽകിയെന്നും കണക്ക്. ഈ സാമ്പത്തിക വർഷത്തിലെ അവസാന വ്യാപാര ദിവസത്തിൽ ഏറെ തിളക്കത്തോടെയാണ് വിപണികൾ ക്ലോസ് ചെയ്തത്. ദേശീയ ഓഹരി വിപണി 22,300 എന്ന നിലവാരത്തിന് മുകളിലായിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. നോക്കിയാൽ 203 പോയിന്റ് ഉയർന്ന് 22,326 നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് ബാങ്കിംഗ് മേഖലയും ഫൈനാൻഷ്യൽ സർവീസസ് സെക്ടറും മികച്ച രീതിയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ബോംബെ ഓഹരി സൂചികയിലേക്ക് വന്നു കഴിഞ്ഞാൽ 655 പോയിന്റ് കൂടി 73,651 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഡോളറിനെതിരെ രൂപ 6 പൈസ ഇടിഞ്ഞാണ് ഇന്ന് വ്യാപാരാനന്തരം നമ്മൾ കണ്ടത്. ശ്രീ പോൾ തോമസ് ഉണ്ട്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ DBFS, ഇന്നത്തെ വിപണി വിശകലനം ചെയ്യാനായിട്ട്. ഗുഡ് ഈവനിംഗ് ശ്രീ പോൾ തോമസ്. എന്തായാലും അവസാന ദിവസം വളരെ തിളക്കത്തിലാണ്. 1000 പോയിന്റ് വരെയൊക്കെ ഉയർന്നതിന് ശേഷമാണ് ഇന്ന് വിപണി 73,000 മുകളിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത സാമ്പത്തിക വർഷം എങ്ങനെയായിരിക്കും? ഇന്നത്തെ ഒരു ട്രെൻഡ് ഇത്തരത്തിൽ വരാൻ കാരണമെന്ത്? ഗുഡ് ഈവനിംഗ് ക്രിസ്റ്റീന. ഇന്ന് പ്രധാനമായിട്ട് ബാങ്കുകളും ഫിനാൻഷ്യൽ കമ്പനികളും ഒരു നല്ല കയറ്റത്തിലായിരുന്നു. അതിൻ്റെ പ്രധാന കാരണം ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകൾക്ക് 100% പ്രൊവിഷൻ വേണം എന്ന് നേരത്തെ RBI പറഞ്ഞിരുന്നതിൽ നിന്നും അവർ ആ ഒരു നിയമത്തിൽ നിന്ന് മാറ്റം കഴിഞ്ഞ ദിവസം വരുത്തിയായിരുന്നു. അത് ബാങ്കുകളെയും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും വളരെയധികം അവരുടെ പ്രോഫിറ്റബിലിറ്റി ഈ ക്വാർട്ടറിൽ കൂടാനായിട്ട് സഹായിക്കും. അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. പിന്നെ ഇയർ എൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മാർക്കറ്റ് ഒരു ഹൈയിൽ ക്ലോസ് ചെയ്യുക എന്നുള്ള ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു കാര്യങ്ങളും ഒരു പ്രത്യേക കാരണമാണ് ഇന്ന് മാർക്കറ്റ് കയറാനുള്ള കാരണം. ഇന്ന് 2:30 വരെ മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഉയരുകയായിരുന്നു. ഏകദേശം നിഫ്റ്റിയെ സംബന്ധിച്ച് ഓൾ ടൈം ഹൈയുടെ അടുത്ത്, അതായത് 22,526 ഓൾ ടൈം ഹൈ. 516 വരെ കയറിയിട്ടാണ് പിന്നീട് താണ് 22,326 ക്ലോസ് ചെയ്തത്. വരുന്ന ആഴ്ചകളിൽ മാർക്കറ്റ് ഈ ഒരു മുന്നേറ്റം കണ്ടിന്യൂ ചെയ്യുമെന്ന് തോന്നുന്നില്ല. എന്നിരുന്നാലും അടുത്ത തിങ്കളാഴ്ച പുതിയ ഒരു ഫ്യൂച്ചേഴ്സിൻ്റെ ഓപ്പണിംഗ് ആണ്. അത് പ്രകാരം ഒരു ചെറിയൊരു ബൈയിങ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും ആ മാസം മുഴുവനായിട്ട് എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് കയറി ഇറങ്ങി നിൽക്കാൻ തന്നെയാണ് സാധ്യതകൾ. പ്രത്യേകിച്ച് ഇലക്ഷനൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പല ന്യൂസുകളും അതിനെ അടുത്ത മാസത്തെ വിപണിയെ ബാധിക്കുമെന്ന് തന്നെ വേണം നമുക്ക് കരുതാനായിട്ട്. ശരി, താങ്ക് യു ശ്രീ പോൾ തോമസ്. നാളെ ദുഃഖവെള്ളി പ്രമാണിച്ച് വിപണിക്ക് അവധിയായിരിക്കും. തിങ്കളാഴ്ച മുതൽ ഏത് രീതിയിലായിരിക്കും വിപണികൾ പോകുന്നതെന്ന് നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. മാർക്കറ്റ് വ്യൂ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ കിട്ടിയത് തുടരും. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്.